ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ലോകമെങ്ങും ആഘോഷിക്കുകയാണ്. ഇവിടെ നിരാഹാരമാണ്. എന്താണ്? ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയും ഈ കാഴ്ചയും സമാനമാണ്. ക്രിസ്തു പിറന്നത് കാലിത്തൊഴുത്തിലാണ്. തീരെ ഓർഡറില്ലാത്ത ഇടം, ഇരുട്ട് നിറഞ്ഞ ഇടം, പ്രാണികളൊക്കെ പറക്കുന്ന ഇടം, ദുർഗന്ധമുള്ള ഇടം, വല്ലാത്തൊരു വഖഫ് ദുർഗന്ധത്തിൻ്റെ ഒരു ഏരിയയാണിത്. ഈ പരിസരം വഖഫ് ബോർഡ്, വഖഫ് നല്ല കാര്യമാണ്, വഖഫ് ബോർഡും അത് ക്രമീകരിക്കാനുള്ളത്. പക്ഷേ മുൻപത്തെ വഖഫ് അവകാശവാദം തികച്ചും വ്യാജമാണ്. അത് ദുർഗന്ധം വമിക്കുന്ന ഒന്നാണ്. ശരിക്ക് ആഴത്തിലേക്ക് പോയാൽ മനസ്സിലാകും എത്രമാത്രം വ്യാജമാണ്, എത്രമാത്രം അധാർമികമാണ്, എത്രമാത്രം അസത്യപരമാണ് ഈ അവകാശവാദം എന്ന്. അതുകൊണ്ട് ഈ ജനത ഇപ്പോൾ വലിയ വിഷമത്തിലൂടെ കടന്നു പോവുകയാണ്. ഈശോ അന്ന് തണുപ്പത്ത് കൈകാലിട്ടടിച്ച് കരഞ്ഞ് കിടന്ന ഒരവസ്ഥയുണ്ടല്ലോ, അങ്ങനെ കരഞ്ഞിരിക്കേണ്ട അവസ്ഥയാണ്. പക്ഷെ ഞങ്ങൾ കരയുന്നില്ല, ഞങ്ങൾ സന്തോഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതലിവിടെ പാട്ടും ഡാൻസും ഒക്കെ വളരെ ഹാപ്പിയാണ് എല്ലാവരും. അതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം പ്രതീക്ഷ ഈ ഇരിക്കുന്നവർ ക്രൈസ്തവരാണ് എല്ലാവരും എന്ന് വിചാരിക്കരുത്. ഈ ഇരിക്കുന്നവരിൽ ഈ ഇടവകയെന്നുള്ളവരുണ്ട്, മറ്റിടവകയെന്നുള്ളവരുണ്ട്, സിസ്റ്റേഴ്സ് വന്നിരിക്കുന്നു, മറ്റ് വേറെ രൂപതകളിൽ നിന്ന് ഒത്തിരി ദൂരെ നിന്ന് വന്നിരിക്കുന്നവരുണ്ട്. ഇനി ഇവിടെ SNDP സഹോദരിമാരും സഹോദരന്മാരും ഇവിടെ ഇരിപ്പുണ്ട്. കുറേ നേരത്തെ ഇവിടെ നാരായണ ഗീതം, ഗുരുനാരായണനെക്കുറിച്ച്, ഗുരു സ്വാമിയെക്കുറിച്ചുള്ള ഗീതം അവിടെ പാടുന്നുണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് സന്തോഷിച്ച് എല്ലാവരും ചേർന്ന്, ഇതാണ് കൂട്ടായ്മയുടെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ. അതുകൊണ്ട് ഭക്ഷണം ഒഴിവാക്കി എന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സാധാരണ ക്രിസ്മസിനേക്കാളും വളരെ സന്തോഷത്തിൽ, ആനന്ദത്തിലാണ്. ഈ നമ്മുടെ നാട് ഭരണഘടനയ്ക്ക് എതിരായി നാട്ടിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ, മതേതരത്വത്തിന് വിരുദ്ധമായി നാട്ടിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ, ജനാധിപത്യത്തിന് വിരുദ്ധമായി നാട്ടിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ, അത് വെറും ദുർഗന്ധം വമിക്കുന്ന പ്രാണികളൊക്കെ പറക്കുന്ന ഒരു തൊഴുത്ത് തന്നെയാണ്. പക്ഷേ അത്തരം തൊഴുത്തിലേക്ക് ഈശോ വന്ന് പിറക്കും. അതാണ് ഈ പ്രതീക്ഷയുടെ. അതുകൊണ്ട് വിമോചനം ഉറപ്പാണ്, ഒരു സംശയമില്ല. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു സംശയമില്ല, വിമോചനം ഉറപ്പാണ്. കഴിഞ്ഞ 3 വർഷത്തോളമായി ഇവർ നിരാശയിൽ കഴിയുകയായിരുന്നു. പക്ഷേ നോക്കൂ, ഒന്നിച്ചു വന്നു. ജനാധിപത്യ ബോധത്തോടെ, മതേതര ചിന്തയോടെ, ഭരണഘടനാ ബോധ്യങ്ങളോടെ ഒന്നിച്ചു വന്നു. നോക്കൂ എത്ര ബലത്തോടെയാണ്, ആത്മവീര്യത്തോടെയാണ് അവരിയ്ക്കുന്നത്. തീർച്ചയായും സത്യം വിജയിക്കും, തീർച്ചയായും ധർമ്മം വിജയിക്കും. മറ്റുള്ള ദിവസങ്ങളിൽ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദിവസവും ഇന്നത്തെ ദിവസം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇന്നത്തെ ദിവസം ഞങ്ങൾ നോക്കൂ, എല്ലാവരും ഇരിക്കുകയാണ്. സമരം എന്നുള്ള വാക്ക് തന്നെ ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. മുദ്രാവാക്യം ഇന്നിവിടെ മുഴങ്ങിയിട്ടില്ല, ഇന്നൊരാളും പ്രസംഗിച്ചിട്ടില്ല. ഇവിടെ ഇന്ന് പ്രസംഗവുമില്ല, മുദ്രാവാക്യമില്ല. ഇന്ന് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഈശോ ജനിച്ച ദിവസമാണ്, ഞങ്ങൾ ആഘോഷിക്കുകയാണ്, വളരെ സന്തോഷിച്ച്. ഒപ്പം നോക്കൂ, പല മതസ്ഥരും ഒന്നിച്ചു വരുന്നു, ആഘോഷിക്കുന്നു. ഇനി സെക്കുലറായിട്ട് ആർക്കെങ്കിലും പാട്ടൊക്കെ പാടണമെങ്കിൽ അതും പാടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാട്ട്, കവിത, ഡാൻസ്, മിമിക്രി ഇന്ന് സെലിബ്രേഷനാണ്. ഒരിക്കലും കാണാത്ത ഒരു ക്രിസ്മസ് സെലിബ്രേഷനാണ് ഈ വർഷം ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ഒരു പക്ഷേ ആഘോഷത്തോടെയുള്ളൊരു സമരം ഇത് ആദ്യമായിട്ടായിരിക്കും. എനിക്കറിഞ്ഞുകൂടെ വേറെ എവിടെയൊക്കെ നടന്നു. പക്ഷേ ഏതായാലും എന്നെ സംബന്ധിച്ച് വളരെ പുതുമയുള്ളതാണ്. വളരെ സന്തോഷമുണ്ട്. ഈ ജനത നോക്കൂ, എത്രയോ അധികം പേരാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇനിയും വഴിയിലാണ്, ഒത്തിരി പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നു, അവർ വന്നുകൊണ്ടിരിക്കുന്നു. താങ്ക് യു.